അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ ഇന്ന് നല്ല ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അലോവേര ജെല്ല് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എപ്പോഴും എല്ലാത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സിന് മിക്കവാറും തന്നെ ഈ അലോവേര ജെല്ല് ഉണ്ട്. അപ്പൊ അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനകത്തുനിന്ന് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വേറെ ഒരു സാധനങ്ങളും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ടിപ്സ് കാണണം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ അലോവേര നമുക്ക് വീട്ടിലില്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ, അല്ലേ? അപ്പൊ എപ്പോഴും ഈ ജെല്ല് വെളിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്തൊക്കെ കെമിക്കൽ ഉണ്ട്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ്. നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് നാളിരിക്കത്തില്ല, എന്നാലും ഒരു 2 മാസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ഇന്ന് പുട്ടാണ്. ഇപ്പൊ പുട്ടുണ്ടാക്കി, കടലക്കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് അരി വെച്ചു, റൈസ് കുക്കറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് അരി വെന്തോളുമല്ലോ. പിന്നെ ഇന്നൊരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് കണ്ട പാത്രമൊക്കെ കുന്നുകൂടി കിടപ്പുണ്ട്. ഇതിനുള്ള കാരണം എന്താന്ന് ഈ പാത്രം കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ എപ്പോഴും അപ്പോൾ പാത്രം കഴുകി വെക്കുന്ന ഞാനാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ വട്ട് പിടിച്ച് നിൽക്കുവാണ്. വെള്ളമില്ല, ഒരു തുള്ളി പോലും വെള്ളമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മോട്ടറിന് എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. ടാങ്കിൽ ഫുള്ള് വെള്ളമുണ്ട്, പക്ഷെ അത് മേളിലോട്ട് കയറുന്നില്ല. വെള്ളം മേളിലോട്ട് കയറിയാലല്ലേ പൈപ്പിൽ വരത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് മോട്ടറിൻ്റെ ടാപ്പാണ്. ഇതിൽ ഞാൻ മിക്കവാറും ഇതിലാണ് എല്ലാ പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്ന കാര്യം. എന്നാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇത് മുനിസിപ്പാലിറ്റി ടാപ്പാണ്. മുനിസിപ്പാലിറ്റി ടാപ്പിൽ ഒരു തുള്ളി വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കടലക്കറിയും പുട്ടുമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കിതാ ഇങ്ങനെ എലിമുള്ളിയെ പോലെ വെള്ളം വന്നാൽ പറ്റത്തില്ല. ഇത് കണ്ടോ, പാത്രം കഴുകാനായിട്ട്. പിന്നെ ഗതികെട്ട് ഞാൻ കുറച്ച് വെള്ളം ഈ ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. പാത്രം കഴുകാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ്. കണ്ട, എനിക്കാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേളിൽ ഇങ്ങനെ ബക്കറ്റൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ താഴെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുനിയണം. അതുകൊണ്ട് ഞാൻ മേളിൽ തന്നെ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത്. താഴെ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കും ആകെപ്പാടെ, ഒന്നും പറയണ്ട. നമുക്ക് വെള്ളമില്ലെങ്കിലുണ്ടല്ലോ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. കണ്ട, ഇവിടെയൊക്കെ കിടക്കുന്ന കണ്ട എനിക്ക് സങ്കടം വരുന്നുണ്ട് സത്യത്തിൽ. പിന്നെ എന്ത് ചെയ്യാനാ, ഈ എലിമുള്ളിയെ പോലെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും വെള്ളം കിട്ടാത്തപ്പോൾ ഈ എലിമുള്ളിയെ പോലുള്ള വെള്ളവും നമുക്ക് ഭയങ്കര കാര്യമാണ്. ഇനിയിപ്പം ഞാനിവിടെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ വെള്ളം കൊണ്ട് ഞാനിപ്പോൾ കഴുകും. മോട്ടറിന് കേടാണോ എന്താണെന്നറിയത്തില്ല. പക്ഷെ മോട്ടർ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മോട്ടർ ഒച്ച കേൾക്കുന്നുണ്ട്, സാധാരണ പോലെ വെള്ളം എടുക്കുന്ന പോലെ. പക്ഷെ നമ്മൾ ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒട്ടും വെള്ളമില്ല. കണ്ടോ, ഒട്ടും വെള്ളമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടെ കുന്നുകൂടി കിടക്കട്ടെ, ശരിയാക്കിയിട്ട് കഴുകാം. അല്ലാണ്ടില്ലെങ്കിൽ എനിക്ക് ഈ ബക്കറ്റിലെ വെള്ളത്തിലിങ്ങനെ കഴുകാനൊന്നും വലിയ വശമില്ല. നമുക്ക് ഈ പൈപ്പിൻ്റെ കീഴെ പിടിച്ച് കഴുകി അത് ശീലമായിപ്പോയി. ഇനിയിപ്പം ബാക്കി പരിപാടി നോക്കട്ടെ. ബാക്കി പരിപാടി എന്താ, ഞാനിവിടെ കുത്തിയിരിക്കും. വെള്ളം വന്നിട്ടേ ഇനിയെല്ലാം ചെയ്യത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറികളാണ് ഇനിയത്തെ നമ്മുടെ പരിപാടികൾ, അല്ലേ? നമ്മുടെ പരിപാടികൾ എപ്പോഴും ഇതൊക്കെ തന്നെ. ഇപ്പൊ ഞാൻ വിചാരിച്ചേ, ഇന്നലെ തീയലായിരുന്നു വെച്ചത്. അപ്പൊ ഞാൻ ഓർത്തെ, തീയലുണ്ടല്ലോ, നാളെ ഇപ്പം വലിയ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്താ പറ്റിയെന്നറിയാവോ? ഞങ്ങൾ രണ്ടുപേരും തീയലിരുന്ന് നന്നായിട്ട് കൂട്ടി തീയലങ്ങ് തീർന്നു. ചട്ടി കഴുകി വെച്ചു. സാധാരണ തീയൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുണ്ടാവും. പക്ഷെ ഇത് പറ്റിയില്ല. എന്ത് പറയാനാ, അപ്പോട്ടല്ലേ, നമുക്ക് കൂട്ടാനല്ലേ നമ്മൾ വെക്കുന്നത്. പിന്നെ പിശുക്കി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ 2 ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് തപ്പിക്കൊണ്ടിരുന്നത്. അപ്പൊ പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു. ഏത്തപ്പഴം ഇട്ടൊരു പുളിശ്ശേരി വെക്കാം.
അപ്പം ഏത്തപ്പഴം ഇട്ട് പുളിശ്ശേരി വെക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഭയങ്കര പാടാണല്ലേ. എല്ലാവരും ഒക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ ഏത്തപ്പഴം പുളിശ്ശേരി. അപ്പം പിന്നെ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്നത്, അതുകൊണ്ട് ഏത്തപ്പഴം പുളിശ്ശേരി. വെള്ളരിക്കാണെങ്കിൽ വെള്ളരിക്ക വെക്കും. പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഈ കപ്പളങ്ങ കിട്ടാൻ നമ്മൾ അതും ഇട്ട് വെക്കും ഇല്ലേ. നമുക്ക് എന്താണ് നമ്മുടെ കൈ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. അല്ലാണ്ട് എനിക്ക് അത് മാത്രം കൊണ്ടുവന്നിട്ടേ ഞാൻ വെക്കത്തുള്ളൂ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടും. അപ്പം ഈ നേത്തപ്പഴം പുളിശ്ശേരി ഉണ്ട്. കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവയ്ക്ക ഇവിടെ അടുത്തൊരു ചേച്ചി തന്നാണ്, ഞാൻ വാങ്ങിച്ചൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. അതൊരു മെഴുക്കുവരട്ടി. പിന്നെ നമ്മുടെ എനിക്കിഷ്ടമുള്ള സാധനമാണ് മത്തി. പിന്നെ അതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു. മുട്ട ഇത്രയേ ഉള്ളേ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് തേങ്ങയൊന്നും ഇട്ടെടുക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ഈ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പം മത്തി അങ്ങ് നമുക്ക് വറുക്കാനും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. മത്തി വറുത്തത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരിതാണ് അല്ലേ. ഇന്നലെ ജോമക്കൊച്ച് പറയുന്ന കേട്ടോ ഉണക്കമീൻ്റെ കാര്യം. ഇപ്പോൾ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഉണക്കമീൻ ഞാനങ്ങനെ ഇവിടെ രവിച്ചേട്ടന് വലിയ താല്പര്യമില്ല ഉണക്കമീന്. അതുകൊണ്ട് ഞാനങ്ങനെ ഉണക്കമീൻ വാങ്ങിക്കാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. വീട്ടിൽ ചെല്ലുമ്പോൾ അനിയത്തി ചിലപ്പം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾ ഉണക്കമീനൊക്കെ വറുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ഉണക്കയിലയും മാങ്ങയും അങ്ങനെയൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് നമ്മൾ ചേമ്പൊക്കെ ഇട്ട് വെക്കത്തില്ലേ, ഉണക്കയിലയും മാങ്ങി എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല. ചേമ്പും കായും ഒക്കെ ഇട്ട് വെക്കും, നല്ല ടേസ്റ്റാട്ടോ. അപ്പം നമ്മുടെ മത്തി വറക്കാനും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതായിട്ട് നമുക്ക് കോവയ്ക്ക മെഴുക്കോട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം എന്താ നമ്മുടെ ഏത്തപ്പഴവും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചിലവർ ഈ ഏത്തപ്പഴം വേവിച്ചിട്ട് വെക്കും. എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പഴമല്ലേ, പെട്ടെന്നാകും. അതുകൊണ്ട് നമുക്ക് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരുവിധം വഴറ്റിയെടുത്താൽ മതി. അപ്പം ഏത്തപ്പഴം ഇങ്ങനെ വെന്തൊരുമാതിരിയായി പോകത്തുമില്ല. അപ്പം എന്താ ഞാൻ തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടെ അരച്ചിട്ട് കുറച്ച് തൈരുണ്ടായിരുന്നു, അതും കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് എല്ലാം കൂടെ വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനിയിപ്പം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള ഏത്തപ്പഴം പുളിശ്ശേരിയുടെ പരിപാടി കേട്ടോ. കുറുകി ഇരിക്കേണ്ടവർക്ക് കുറുകി ഇരിക്കാൻ, വെള്ളം ചേർക്കണ്ട. അല്ലാത്തവർക്ക് കുറച്ചൊരു ഈ പരുവത്തിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എനിക്ക് ഒത്തിരി കുറുകി ഇരിക്കുന്നത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ശകലം വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും എല്ലാം ചേർത്താണ്, ഇനി ഒന്നും ചേർക്കാനില്ല. അപ്പം നമുക്ക് എന്നാലും ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം അല്ലേ. ഒന്നും വേണ്ട, കറക്റ്റാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ചില തൈര് ഭയങ്കര പുളി എന്ന് വെച്ചാൽ ഭയങ്കര പുളിയായിരിക്കും. അതപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഭയങ്കര പുളി ഇപ്പം കറക്റ്റ് പുളിയേ ഉള്ളൂ. ഭയങ്കര പുളിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അതിനകത്തേക്ക് നമ്മൾ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കടുക് വറുത്താണ്ട് ആ പുളി നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും, നന്നായിട്ട് പരിഹരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏത്തപ്പഴമൊക്കെ അല്ലേ. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ മധുരമൊക്കെ ഇതിലോട്ട് ഇറങ്ങും. അപ്പം നമുക്ക് ആ പുളിശ്ശേരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ പുളിശ്ശേരി തിളയ്ക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിപ്പം പുളിശ്ശേരി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ശകലം വെള്ളം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് നമ്മളൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒരുമാതിരി നല്ല ഇതായിട്ട് കിട്ടും, നല്ല കുറുക്കായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ വെള്ളം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പം പുള്ളിക്കാരൻ വന്നിട്ട് അത് ശരിയാക്കിയിട്ട് പോയി. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കല്ല ഇവിടെ കേട്ടോ, ഇവിടെ റിങ് ഇറക്കി ഇരിക്കുന്നതാണ്. അപ്പം ഇത് ദേവച്ചേട്ടൻ ഇങ്ങനെ കഴുകാറുണ്ട് കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യം കഴുകത്തുള്ളൂ. ഇത് ഭയങ്കര പാടുപെട്ട പരിപാടിയാണ്. ഞാനും കൂടെ നിൽക്കണം. ഇപ്പം ടാങ്കിനകത്ത് ഇറങ്ങി കഴുകുന്ന പതിവുണ്ട്. അതിനകത്തൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ഈ വെള്ളത്തിൻ്റെ ഈ മഞ്ഞ കളർ ഇതില്ലേ, നമ്മൾ ഉന്തെന്ന് പറയും ഞങ്ങൾ. വരുന്ന ഒരു സെക്കൻഡ്. ഗ്യാസ് അങ്ങ് കത്തിച്ചു വെച്ചിട്ട് പോയേക്കുവാ അല്ലേ, ഒരു ബോധവും ഇല്ലാതെ. അതെന്താണെന്ന് അറിയാമോ,
ഇത് പെട്ടെന്ന് കത്തിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം നമ്മുടെ പുളിശ്ശേരിയായി. ഇനി നമുക്ക് കോവയ്ക്ക് മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാം. അപ്പം പറഞ്ഞതല്ലായിരുന്നു. അപ്പം ടാങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഇറങ്ങി കഴുകുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഇപ്പം രാവിലെ അത് വന്നതാണ്. വന്ന് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു പൈപ്പ് എങ്ങാണ്ട് ബ്ലോക്കായി, അതിനിടയ്ക്ക് എന്താന്ന് അറിയത്തില്ലെന്നും പറഞ്ഞിട്ട് വെറുതെ ചുമ്മാ തന്നത് ആ പൈപ്പിലിട്ട് കൂട്ടി നോക്കിയപ്പോഴത്തേക്കും പൈപ്പിനകത്ത് വെള്ളം വന്നു. വെള്ളം വന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അടുക്കള നിൽക്കുക, ഞാൻ വിളിച്ചു പറഞ്ഞു ആ വെള്ളം വന്ന് കുഴപ്പമില്ല ഉണ്ണീന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പം ഉണ്ടല്ലോ ശരി വെള്ളം വന്നല്ലോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മോട്ടർ ഇട്ട് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് വേണം ഞങ്ങളുടെ ടാങ്കി നിറയാനായിട്ട്. മേളത്തെയും താഴത്തെയും ടാങ്കി നമ്മൾ കെട്ടി, താഴെ നമ്മൾ റിങ് ഇറക്കിയത്, വലിയ കിണറിൻ്റെ പോലത്തെ റിങ്ങില്ലേ, അത് 3 റിങ് ഇറക്കിയതാണ്. 15 മിനിറ്റ് വേണം നിറയാൻ തന്നെ. മേളിലും വലിയ ടാങ്കിയാണ്. 15 20 ഈ ടാങ്കി നിറയുന്നില്ല. മോട്ടറാണ് ഓടിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ചാട്ടെ അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വെള്ളം വരുന്നില്ല എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചേട്ടൻ അപ്പം മേലെ കയറി നോക്കി, മോട്ടറാണോ ഓണാണല്ലോ, അപ്പം ടാങ്കി വെള്ളം കയറുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം മേളിൽ ഒരു തുള്ളി വെള്ളമില്ല. മോട്ടർ ഓടിക്കൊണ്ടേയിരിക്കുക. പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിൽ പ്രാന്ത് പിടിക്കും. അടുക്കളയ്ക്ക് ഒരുമാതിരി വൃത്തിയില്ലാത്ത കിടക്കുന്ന പോലെ തോന്നും വെള്ളമില്ലെങ്കിൽ. പിന്നെ വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു മറ്റേ ആ ഫുഡ് വാൽവിനകത്ത് കല്ല് കയറിയതാന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം എടുത്ത് കളഞ്ഞ് ഇപ്പം എന്തായാലും ശരിയായി. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. നമ്മുടെ അടുക്കള വെള്ളമില്ലാതെ വരുമ്പോഴേ വെള്ളമുണ്ട്. ഞാൻ രാവിലെ കാണിച്ചില്ലേ മുനിസിപ്പാലിറ്റി ടാപ്പ്, അതെനിക്ക് പോരാ. ആ വെള്ളം നമുക്കൊന്നും ആ വെള്ളം പോരല്ലോ. പിന്നെ ഇപ്പം വന്ന് ശരിയാക്കിയപ്പം എനിക്ക് നല്ല സമാധാനം. മുനിസിപ്പാലിറ്റി ടാപ്പിൽ ചിലപ്പോൾ നന്നായിട്ട് വെള്ളം വരും, ചിലപ്പോൾ ഉണ്ടല്ലോ കുറവായിരിക്കും. പക്ഷെ എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ. എപ്പോഴും വെള്ളം ഉള്ളതുകൊണ്ടല്ലേ ടാങ്കി നിറഞ്ഞു കിടക്കുന്നത്, അല്ലെ ടാങ്കി നിറഞ്ഞു കിടക്കത്തില്ലല്ലോ. എപ്പോഴും വെള്ളമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, നമ്മളെപ്പോഴും ഈ മോട്ടറിൻ്റെ ടാപ്പ് തുറന്ന് വെള്ളം നല്ല പ്രഷറിൽ കിട്ടി നമുക്കപ്പം ആ ടാപ്പിലെ വെള്ളം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യമാണ്. അത്രേ ഉള്ളൂ കാര്യം. എത്രയോ പേര് ആ വെള്ളം പിടിച്ച് കഴുകുന്നുണ്ട്. ഇതിനൊക്കെ പറയുന്ന പേരെന്താണെന്നറിയാമോ, അഹങ്കാരം. അത്രേ ഉള്ളൂ. ഗുടലിൽ വെള്ളം കാണുമ്പോൾ അതിന് അങ്ങോട്ട് പോകും, അവിടെ പോയി കഴിയാതെ തൃപ്തിയാകത്തുള്ളൂ. ഇന്നിപ്പോൾ എങ്ങനെയാണ് കഴുകിയത്? ഇന്നിപ്പോൾ ഞാനപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഇനി താമസിച്ച പുള്ളി വരത്തുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എലിമുള്ളുന്ന പോലെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് പിടിച്ച് ഞാൻ എല്ലാ പാത്രവും നല്ല സൂപ്പറായിട്ട് കഴുകി വെച്ചു. ഇനിയിപ്പോൾ കഴുകാനുള്ളത് ഈ കാണുന്ന പാത്രമൊക്കെ ഉള്ളൂ, അല്ലാണ്ട് കൂടുതൽ പാത്രമൊന്നുമില്ല. നമുക്ക് ഈ പാത്രം സിങ്കിനകത്ത് കുന്നുകൂടി കിടക്കുമ്പോൾ ഭയങ്കര സങ്കടം. നമുക്കത് കഴുകിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അല്ലേ. അപ്പം നമ്മുടെ മത്തിവറുത്തൊക്കെ റെഡിയാകുന്നേ ഉള്ളൂ. കോവയ്ക്ക മെഴുക്കോട്ടയായി, പുളിശ്ശേരിയായി, ഇതായില്ലാകുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ കുഞ്ഞു മീനെ പറ്റിച്ചായിരുന്നല്ലോ, അപ്പം ആ കുഞ്ഞു മീൻ പറ്റിച്ചതിൻ്റെയും കുറച്ച് ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ. അപ്പം ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. ഇപ്പം അലോവേര ജെല്ല് ഉണ്ടാക്കാനായിട്ട് എൻ്റെ വീട്ടിൽ അലോവേര ഇല്ല. ഓൺലി ഞാൻ 2 ഇതില് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. വളർന്നു വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ തണ്ട് മുറിക്കാറായിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കത്തില്ല. അതൊന്നും ഞാൻ 2 ഗ്രോ ബാഗിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഞാനും ചേട്ടനും കൂടെ ചിറ്റയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ ചിറ്റയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുണ്ട്, ഇഷ്ടമാതിരി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. ഇതിൽ നിന്ന് ഞാൻ ആവശ്യമുള്ള തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ ഇത് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചിട്ട് 50 രൂപയെന്ന് പറഞ്ഞു. ഇത്രയല്ല കേട്ടോ 50 രൂപയ്ക്ക്. ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് തണ്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്നിട്ട് ഞാൻ ഓർത്ത് ഇതും കൂടെ എനിക്കൊരു ഗ്രോ ബാഗും കൂടെ അവിടെ എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പം അതിലേക്ക് ഇതും കൂടെ കുത്തി വെക്കാന്ന് വിചാരിച്ച്. പിടിക്കട്ടെ, നല്ലതല്ലേ ബ്യൂട്ടി ടിപ്സിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ഞാനിങ്ങനെ ഇത്രയും തണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഇതുപോലെ തണ്ട് മുറിച്ച് എടുത്ത്, തണ്ടാണ് ഇലയാണ് ദൈവമേ, ഇല ഇങ്ങനെ വരുന്നാന്ന് തോന്നുന്നില്ലേ അല്ലേ. അപ്പൊ ഇത് കുത്തിച്ചാരി വെച്ചിട്ട് ഇതിനകത്തെ മഞ്ഞ, ഇത് കുറേ നേരമായി ഞാൻ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് കേട്ടോ. ഇതിനകത്തെ ഈ മഞ്ഞ എന്ത് പറഞ്ഞ ഈ ലിക്വിഡ് പോലത്തെ സാധനം പോയില്ലെങ്കിൽ അത് സ്കിന്നിന് നമ്മുടെ അത് പോകാതെ നമ്മളിത് കണ്ടിച്ച് ജെല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്കിന്നിനെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യും. ചിലവർക്ക് ചൊറിയുമൊക്കെ ചെയ്യും. ചിലവർ പറയത്തില്ല ചൊറിയുന്നൊക്കെ ചിലവരുടെ
കമന്റിൽ കാണാം. അത് ചൊറിയുന്നത് ഇതുകൊണ്ടാണ്. ഇതുണ്ട്, ഇത് ഞാൻ കുറെ നേരമായിട്ട് കുത്തിച്ചാരി വെച്ച്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ കറ കണ്ട. അപ്പം ഇങ്ങനെയുള്ള ഈ മഞ്ഞ ദ്രാവകം എന്നൊക്കെ പറയാം അല്ലേ, അത് കളഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്കിന്നിന് ഭയങ്കര കൃത്യമായിട്ട് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇത് നമ്മൾ കറ്റാർവാഴയിൽ ഇതിൽ ഇത് കണ്ടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അല്ല, ഇങ്ങനെ വെക്കണം. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എന്താ, ഞാൻ അതിൽ നിന്ന് ഞാൻ കാണിച്ചില്ലേ, അതെടുത്തിട്ട് രണ്ട് സൈഡിലെ മുള്ള് ഇതേപോലെ കളഞ്ഞെടുക്കുക കണ്ടോ. അതിൻ്റെ രണ്ട് സൈഡിലെ മുള്ള് കളഞ്ഞെടുത്തിട്ട് ഈ വലിപ്പത്തിൽ കണ്ടിച്ചിട്ടിരിക്കുന്നതാണ് ഇത്. ഞാൻ ഈ രണ്ട് സൈഡിലെ മുള്ള് എടുത്തതാണ്, പക്ഷെ ക്യാമറ ഓൺ അല്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അയ്യോ ക്യാമറ ഓൺ അല്ലല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തത് കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇത് വെള്ളത്തിലിടുക. ഇത് വെള്ളത്തിൽ ഒരു ശകലം നേരം കിടക്കട്ടെ, നന്നായിട്ട് ഇതിന്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകണം, പഴുക്കൊക്കെ നന്നായിട്ട് പോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇതിന് ഉരുളക്കിഴങ്ങ് വേണം. അപ്പൊ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അലോവേര എത്ര എടുക്കുന്നോ അത്രയും തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി നമ്മൾ നന്നായിട്ട് കളയുക. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചിരണ്ടൊന്നുമില്ല, ഞാനിങ്ങനെ ചെത്തി എടുക്കുക കേട്ടോ. എനിക്ക് ഈ ചെത്തി എടുക്കുന്നതാണ് ഇഷ്ടം. ഇഷ്ടം തന്നെ, എളുപ്പം എന്ന് പറയാൻ പറയല്ലേ, എളുപ്പമല്ലേ. ഇനി ചുരണ്ടിക്കൊണ്ട് എത്ര നേരം ഇരിക്കണം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ. ചെത്തിയിട്ട് കാണിക്കാല്ലേ, വീഡിയോയിൽ എന്താവും. അപ്പൊ പൊട്ടറ്റോയും നമ്മള് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജെല്ലുണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും നമ്മുടെ ഈ അലോവേരയും മാത്രം മതിയാവും. ഈ 2 സാധനങ്ങൾ മാത്രം മതി. ഈ 2 സാധനങ്ങൾക്ക് എങ്ങും പോട്ടെ. ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അലോവേരയും മിക്കവരുടെയും വീട്ടിൽ കാണും. ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞല്ലോ അത്രയും തണ്ടിന് 50 രൂപയുള്ളായിരുന്നു, അത് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിക്കോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കണ്ടിക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ചെടുത്താൽ മതി. ഇതൊരു കട്ടി ഉരുളക്കിഴങ്ങിന് എന്താണാവും. ഈ ഉരുളക്കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ഉരുളക്കിഴങ്ങ് മോയ്സ്ചറൈസറാണ്. പിന്നെ സ്കിന്ന് നല്ല ടൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം. അറിയാലോ, നല്ലതാണ്. പിന്നെ ഈ ഹൈ പിഗ്മെന്റേഷൻ ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഈ ഉരുളക്കിഴങ്ങ് നല്ലതാണ്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐ നെല്ലൊക്കെ പെരട്ടാനൊക്കെ നല്ലതാണ്. ഇത് ഉരുളക്കിഴങ്ങ് ജ്യൂസാക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആ ട്രെയിലേക്ക് ഒഴിച്ചിട്ട് കട്ടയാക്കി എടുക്കും. കട്ടയാക്കി എടുത്തിട്ട് ഞാനത് കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ടി കുറഞ്ഞ തുണിയിൽ ഈ ഐസ് ക്യൂബ്സ് പൊതിഞ്ഞിട്ട് നമ്മുടെ കണ്ണിനടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിനടിയിലൂടെ ആ ഡാർക്ക്നെസ് ഒക്കെ മാറാനും പിന്നെ നമ്മുടെ പഫിൻസ് ഒക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഈ ഉരുളക്കിഴങ്ങ്. മനസ്സിലായോ? ഒന്നും വലിയ പാടില്ലാത്ത പരിപാടിയില്ലേ. അപ്പൊ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഇത് മിക്സിയുടെ ജാറിൽ 2ആയിട്ട് അടിച്ചെടുക്കാൻ, വലിയ ജാറിൽ വേണ്ട 2ആയിട്ട് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതിന് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്തോട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ച് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇതേപോലെ ഇളക്കിയിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. എന്തായാലും ഇത് അരിച്ചെടുക്കണം കേട്ടോ. എത്ര നന്നായിട്ട് അരച്ചാലും നമുക്ക് ഇതിനകത്ത് ഇതേപോലത്തെ തരികൾ കാണും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിനകത്തെ സ്റ്റാർച്ച് എടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്തെ സ്റ്റാർച്ച് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർച്ച് എടുക്കുന്നത്. ഇങ്ങനെയാണ്
നമ്മളിപ്പോൾ പഞ്ഞപ്പുല്ല് റാഗിയില്ലേ അതിനകത്തെ സ്റ്റാർച്ച് എടുക്കുന്നത് ഇതുമാതിരിയല്ലേ നമ്മൾ എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അത് അരച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേമാതിരി എടുത്ത് വെക്കും. കണ്ട, ഇനിയിപ്പോൾ ഇത് തെളിഞ്ഞ് വരണം. തെളിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ നമ്മളിതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് അനക്കാതെ വെക്കാം. ഇതിനടിയിലത്തെ അടിഞ്ഞു വരട്ടെ. അപ്പം അതിന് മുന്നേ നമ്മൾ ഈ അലോവര 2-3 പ്രാവശ്യം 2-3 വെള്ളത്തിൽ ഞാൻ 2 പ്രാവശ്യം കഴുകി ഇതിനകത്തോട്ട് ഇട്ടതാണ്. എന്നാലും നമുക്ക് 1 പ്രാവശ്യം കൂടെ കഴുകാം. 2-3 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. എന്നാലും കഴുകാം. നന്നായിട്ട് കഴുകുക. ഒന്നുകൂടെ കഴുകും. നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇനി നമ്മൾ ഇതിനകത്തെ ജെല്ല് നമുക്ക് എടുക്കാം. ഇതിനകത്തെ അലോവരയ്ക്കകത്തെ ജെല്ല് നമുക്ക് എടുക്കാം. ഇത് പേസ്റ്റ് ഇടാനൊരു പാത്രം എടുത്തോട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഒരു വശത്തെ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ജെല്ല് ഇത് ഇങ്ങനെ അങ്ങ് എടുക്കണം. കണ്ട, മുഴുവൻ എടുക്കണം കേട്ടോ. ഒട്ടും നമ്മൾ കളയാതെ എടുക്കണം. അടുത്തത് നമുക്ക് അങ്ങനെ എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇല്ല, നിങ്ങൾക്ക് കാണത്തില്ല. ഞാൻ വേസ്റ്റ് ഇടാനായിട്ട് പാത്രം എടുത്തോണ്ട് വന്നാലേ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് മുഴുവനാവും. ഈ അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാട്ടോ. ഒരുപാട് നല്ലതാണ്. പിന്നെ നമ്മളെ ഈ സൺ ടാനിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരുപാട് നല്ലതാണ്. നമ്മുടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് മാറാനും ഒക്കെ നല്ലതാണ് ഈ അലോവേര. അയ്യോ, അതിനകത്തോട്ട് കൊണ്ടിട്ട് വേണ്ട. ബോധവും വെക്കണോ ഇല്ല. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ അതിനകത്തോട്ട് ഇട്ടത്. ഇതെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ ജെല്ലെടുക്കാൻ എന്നെക്കാട്ടിലും പിടിക്കുകയാളായിരിക്കും എല്ലാവരും. അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇതാണ്. നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചായിരുന്നേ. അപ്പം മഴയൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ അതങ്ങ് പോയി. ഞാനപ്പോൾ ഇതിനകത്ത് ഈ ജെല്ലെല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ കൂടുതൽ നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പം എന്താ, ജെല്ലെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് വെള്ള കളറായിരിക്കും. കടയിൽ നിന്ന് മേടിക്കുന്നതിനൊക്കെ ഒരു ലൈറ്റ് പച്ച കളറല്ലേ? അത് കിട്ടണമെങ്കിൽ ഇതേ നമ്മുടെ ഈ അലോവേരയുടെ ഈ ഇതില്ലേ, ഈ പച്ച തൊലി ഒരു ശകലം ഇതിൻ്റെ കൂടെ ഇട്ട് ജ്യൂസ് ആക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ച കളർ വരും കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ വെള്ളം മതിയെങ്കിൽ വെള്ളം എടുത്താലും മതി കേട്ടോ. ഞാനിപ്പം തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ചിലതിൽ ശകലമുണ്ട്. അതവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചതാട്ടോ. അപ്പം ഇതാ ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് ഈ വെള്ളത്തിൽ കഴുകി, വേറെ വെള്ളത്തിൽ കഴുകി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിനകത്തും അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇത് അടിച്ചെടുത്തിട്ട് വരാം.
അലോവേരയും നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാ അത്ര എടുത്തിട്ട് ഇതാ ഇത്രേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചിലതൊക്കെ അറിയാത്തത് കാണും, അതുകൊണ്ടാണ് ഈ അരിച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ശകലവേ ഉള്ളൂ കേട്ടോ. നമ്മൾ അത്രയും എടുത്തിട്ട് ശകലവേ ഉള്ളൂ, അത് മതിയല്ലേ നമുക്ക്. പിന്നെ നമുക്ക് തീരുമ്പോൾ ഉണ്ടാക്കാമല്ലോ. നന്നായിട്ട് അരിച്ചെടുക്കുക. കണ്ട ഇതുപോലെ അരയാത്തത് കാണും, അതുകൊണ്ടാണ് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ അലോവേര ജ്യൂസ് റെഡിയായി, അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിനകത്തൊന്ന് നമുക്ക് സ്റ്റാർച്ച് എടുക്കണ്ടേ. അപ്പൊ ഈ വെള്ളം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഊറ്റിക്കളയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ സ്റ്റാർച്ച് അടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കും. കണ്ട ഇതുമാതിരി നമ്മൾ സ്റ്റാർച്ച് എടുക്കുന്നത് കണ്ട. അപ്പം ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ചാണ് ഇത് കണ്ട. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ എടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അലോവേരയുടെ ജ്യൂസ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു ചിരിയേ ഉള്ളൂ കേട്ടോ, വലിയ പാത്രം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തിളയ്ക്കും. തിളച്ച് കഴിയുന്ന ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പൊ കുറുകി വരട്ടെ, പെട്ടെന്ന് കുറുകും കേട്ടോ, പെട്ടെന്ന്. അപ്പൊ ഇത് നന്നായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. തണുത്ത് കഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിലിടുന്ന തണുത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ അലോവേര ജെല്ല് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു പാടുമില്ല. ഞാൻ തണുത്തപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാട്ടോ, നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യത്തിന്. അല്ലെ വലിയ ചരുവവും വലിച്ചുകൊണ്ട് വരണ്ടേന്ന് വെച്ചിട്ടാണ് ഇതിനകത്തോട്ട് മാറ്റിയത്. കണ്ട, എല്ലാവരും കാണുന്നുണ്ടല്ലോ നമ്മുടെ അലോവേര ജെല്ല് കണ്ടോ. ഇനി ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാൻ പോവാം. കുപ്പിയിലിട്ട് വെക്കണം കേട്ടോ. നമ്മുടെ ചില്ല് കുപ്പിയിലിട്ട് വെക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക്കിലിട്ട് വെക്കുന്നതിന് നല്ലത് ചില്ല് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്നതാണ്. ഇത് നല്ല നമ്മുടെ സൺടാനൊക്കെ മാറ്റാനും ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റാനും ഒരുപാട് നല്ലതാണ് ഈ അലോവേര ജെല്ല്. അപ്പം അലോവേര ജെല്ല് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാതെ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ബ്യൂട്ടി ടിപ്സ് എല്ലാം ചെയ്യുന്നതിന് മിക്കവാറും തന്നെ അലോവേര ജെല്ല് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കുപ്പിയിലിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു 2 മാസം വരെ ഉപയോഗിക്കാം. 2-3 മാസം വരെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയല്ലേ. ഈ കുപ്പി കൊള്ളുമെന്നും പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ അത് എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ കുത്തി നിറയ്ക്കാം കണ്ടോ. നല്ല സൂപ്പർ സാധനമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് ഈ കയ്യിലൊക്കെ ഇങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കൈക്കൊക്കെ നമ്മുടെ കയ്യിലൊക്കെ നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടും. ഈ അലോവേര ജെല്ല് നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാം കണ്ടോ. നല്ല നമ്മളിങ്ങനെ പുരട്ടുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ ഒരു എന്താ പറയുക ഒരു ഗ്ലേസിങ് നമുക്ക് അറിയാനായിട്ട് പറ്റും കണ്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കണം. നല്ല സാധനം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും നാൾ നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽ ഒന്നും തന്നെ ഇല്ല. കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ നാൾ ചീത്തയാവാതിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ചെറുതായിട്ട് ഇത് ഇത്രയും ഉണ്ടാക്കിയാൽ മതി. ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനടുത്ത് ഉപകരിക്കാം. അപ്പം ഇതിപ്പം ഒത്തിരി നാളങ്ങോട്ട് യൂസ് ചെയ്യാനില്ല, സാധനമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുപ്പിയിൽ ഇത് ഇത്രയും ഉണ്ടാക്കി വെക്കാറുള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് എടുക്കുക ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ അലോവേര ജെല്ല് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.